ഹായ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് വേരിയസ് സബ്സിസ്റ്റത്തിനെ കുറിച്ചും അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് സബ്സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് ഓരോന്ന് നോക്കാം എന്താണെന്നുള്ളത്. Cash and bank subsystem. It deals with the receipts and payment of cash, both physical cash and electronic fund transfer. എന്താണ് ക്യാഷ് പേയ്മെൻറ്റും ക്യാഷ് റിസീപ്റ്റുമാണ് കൂടുതൽ ഈ സബ്സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. നോട്ട് ഓൺലി ക്യാഷ് പേയ്മെൻറ്റും റിസീപ്റ്റും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫണ്ട് ട്രാൻസ്ഫറും കൂടി ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് ഫണ്ട് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് വിത്തൗട്ട് ഹാവിങ് ദ ഫിസിക്കൽ എൻട്രി ഓർ എക്സിസ്റ്റ് ഓഫ് ക്യാഷ് ബൈ യൂസിങ് ക്രെഡിറ്റ് കാർഡ്സ് ഓർ ഇലക്ട്രോണിക് ബാങ്കിങ്. അപ്പോൾ എന്താണ് ഈ ഫിസിക്കൽ എൻട്രി എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ബാങ്ക് അതായത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണെങ്കിലും വാട്ട് എവർ ദ ഡെബിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിലും ഫുൾ എന്താണ് പറയുന്നത്, ക്യാഷ് ഡീലിങ്സ് ആണ് പറയുന്നത്. സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ സബ്സിസ്റ്റം. ഇറ്റ് ഡീൽസ് വിത്ത് റെക്കോർഡിംഗ് ഓഫ് സെയിൽസ്, മെയിൻ്റനിങ് ഓഫ് സെയിൽസ് ലെഡ്ജർ ആൻഡ് റിസീവബിൾ. അപ്പോൾ കൂടുതലായിട്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത് കൂടുതലും. ഇറ്റ് ജനറേറ്റ്സ് പീരിയോഡിക് റിപ്പോർട്ട് അബൌട്ട് സെയിൽ കളക്ഷൻ മെയ്ഡ്, ഓവർ ഡ്യൂ, അക്കൗണ്ട് ആൻഡ് റിസീവബിൾ പൊസിഷൻ ആസ് ലോങ് ബിഗിനിങ് ഷെഡ്യൂൾ ഓർ റിസീവബിൾ അല്ലെങ്കിൽ ഡെപ്റ്റർ. അപ്പം സെയിൽസിൻ്റെ റിസീവബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പെർട്ടിക്കുലർ സബ്സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻവെൻട്രി സബ്സിസ്റ്റം. ഇത് ഡീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ആൻഡ് ഇഷ്യൂ സ്പെസിഫൈങ് ദ പ്രൈസ്, ക്വാണ്ടിറ്റി ആൻഡ് ഡേറ്റ്. അപ്പോൾ ഈ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആയിരിക്കും ഇതിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. പർച്ചേസ് ആൻഡ് അക്കൗണ്ട് പേയബിൾ സബ്സിസ്റ്റം. ഇറ്റ് ഡീൽസ് വിത്ത് ദ പർച്ചേസ് ആൻഡ് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റാസിനാണ് കൂടുതലായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആണ് അല്ലെങ്കിൽ ഡീലിങ്സ് ആണ് ഈ പെർട്ടിക്കുലർ പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ആൾസോ ജനറേറ്റ് പീരിയോഡിക് റിപ്പോർട്ട്. ഇതും എന്ത് ചെയ്യുന്നുണ്ട്, പീരിയോഡിക് ആയിട്ടുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് സപ്ലയേഴ്സിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണ് പൊസിഷൻ ഓഫ് ദ ക്രെഡിറ്റാസ്. ഇതൊക്കെ ഫുൾ ഡീറ്റെയിൽസും ഇതിലുണ്ടാവും, പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സിലുണ്ടാവും. നെക്സ്റ്റ് പേറോൾ അക്കൗണ്ടിങ് സബ്സിസ്റ്റം. ഇതിൽ പേറോൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പേയ്മെൻ്റ് ആണ്, അതായത് വേജസും സാലറിയും ബേസ് ചെയ്തിട്ട് ഡീലിംഗ് ആണ് ഈ പേറോൾ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നടക്കുന്നത്. Typical wage report daily information about basic pay, dearness allowances and other allowances and deduction from salary and wages on account of provident fund, tax, loan, advance and other charges. അതായത് ഫുൾ പേയ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഡീലിങ്സ് ആണ് ഏതിൽ നടക്കുന്നത്, നമ്മുടെ പേറോൾ അക്കൗണ്ടിങ്ങിൽ. അപ്പോൾ ഇത്തരം ഡീലിങ്സ് ആണ് ഈ പേറോൾ അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത്. ഇനി ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിങ് സബ്സിസ്റ്റം. ഇപ്പോൾ ഫിക്സഡ് അസറ്റ് ആയിട്ടുള്ള ഡീലിങ്സ് എന്താണ് ഇതിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ഡീൽസ് വിത്ത് റെക്കോർഡിംഗ് ഓഫ് പർച്ചേസ്, അഡീഷൻ, ഡെലിഷൻ, യൂസേജ് ഓഫ് ഫിക്സഡ് അസറ്റ് സച്ച് എസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സും. അപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള അസറ്റും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ വരുന്ന ഡിപ്രീസിയേഷൻസും ഒക്കെയാണ് ഈ പെർട്ടിക്കുലർ സബ്സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി എക്സ്പെൻസ് അക്കൗണ്ടിങ് സബ്സിസ്റ്റം. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വരുന്ന എക്സ്പെൻസസ്, അതായത് മാനുഫാക്ചറിങ്, അഡ്മിനിസ്ട്രേറ്റിംഗ്, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ട്രാവലിംഗ്, ഇങ്ങനെയുള്ള എക്സ്പെൻസസ് ഒക്കെയാണ് ഈ സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ടാക്സ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ വാല്യൂ ആഡഡ് ടാക്സ്, കസ്റ്റം ഇൻകം ടാക്സ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഈ സബ്സിസ്റ്റത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ട് സബ്സിസ്റ്റം എന്താണ്, നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ബാലൻസ് ഷീറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും കൂടുതൽ ഈ പെർട്ടിക്കുലർ സബ്സിസ്റ്റത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ആണ് കൂടുതലായിട്ടും ഇതിലുണ്ടാവുന്നത്. ആ പ്രൊഡക്റ്റിന് ബേസ് ചെയ്തിട്ട് വരുന്ന സകല എക്സ്പെൻസും ഇതിലായിരിക്കും ഉണ്ടാവുക. അതായത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, എൻ്റെ ലേബർ ചാർജസ് എത്രയാണ്, അങ്ങനെയുള്ള A to Z കാര്യങ്ങൾ. അതായത് കോസ്റ്റുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള സകല എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഈ കോസ്റ്റ് സബ്സിസ്റ്റത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ബഡ്ജറ്റ് സബ്സിസ്റ്റം.
It deals with the preparation of budget for the coming financial year as well as the comparison with the current budget of the actual performance. അപ്പോൾ കറണ്ട് ബഡ്ജറ്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ റെക്കോർഡാണ് ഈ പെർട്ടിക്കുലർ സബ്സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഇതിലെന്താണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീൽസ് വിത്ത് ജനറേഷൻ പ്രോസസ്സിംഗ് ഓഫ് റിപ്പോർട്ട് ദാറ്റ് ആർ വൈറ്റൽ ഫോർ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ബിസിനസ് സ്ഥാപനത്തിൽ അവരുടെ മാനേജ്മെൻറ്റ് ഡിസിഷൻ എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ്, എത്രത്തോളം വൈറ്റലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസാണ് ഈ പെർട്ടിക്കുലർ MIS കൊടുക്കുന്നത്. The information system should be so flexible so as to provide customized report to support various managerial functions such as planning, organizing, staffing, oversight, control and decision making, include operational function and strategic nature. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ പ്ലാനിങ്, ഓർഗനൈസിങ്, ഇതൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ബാക്കി എന്ത് കാര്യങ്ങൾ ചെയ്താലും മോർ സപ്പോർട്ടുമായിട്ട് ഉണ്ടാവുള്ളൂ. ഇനി അടുത്തത് കമ്പാരിസൺ ഓഫ് ദ മാനുവൽ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. അപ്പോൾ അക്കൗണ്ടിങ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ഒരുപാട് മുമ്പുള്ള ഫസ്റ്റത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടു. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അക്കൗണ്ടിങ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ്, റെക്കോർഡിങ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ടു പ്രൊഡ്യൂസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡീലിങ്സ് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു, റെക്കോർഡ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, സമ്മറൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാനുവൽ ആണെങ്കിലും ശരി കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിലും ശരി രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ രണ്ട് പർപ്പസിനെ കുറിച്ചാണ്, അതായത് മെയിൻലി മാനുവൽ പർപ്പസും കമ്പ്യൂട്ടറൈസ്ഡ് പർപ്പസിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം ഐഡൻറ്റിഫൈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം എന്താണ് ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. റെക്കോർഡിംഗ് ദം ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബൈ അപ്ലൈങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് ഈസ് എ മാനുവൽ പ്രോസസ് ക്യാരിഡ് ഔട്ട് by an authorized person or on the basis of the accounting manual. അപ്പോൾ എന്താണ്, അപ്പോൾ അതിൻ്റെ ഇപ്പോൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അടുത്ത റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആൻഡ് പോസ്റ്റ് ദം ഇൻ ടു ദ ലെഡ്ജർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പെർഫോമിംഗ് മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നു. അതായത് ആഡ് ചെയ്യുന്ന സ്ഥലത്ത് ആഡ് ചെയ്യുക, മൈനസ് ചെയ്യേണ്ടടുത്ത് മൈനസ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യേണ്ടടുത്ത് മൾട്ടിപ്ലൈ, ഡിവിഷൻ ചെയ്യേണ്ടടുത്ത് ഡിവിഷൻ, ടോട്ടലിംഗ് ചെയ്യേണ്ടടുത്ത് അങ്ങനെ ആർ ക്യാരിഡ് ഔട്ട് മാനുവലി അണ്ടർ ദ മാനുവൽ പ്രോസസ്സ്. ദ കമ്പ്യൂട്ടറൈസ്ഡ് പ്രോസസ് ദ ട്രാൻസാക്ഷൻ ആർ മാനുവലി നമ്മളിതൊക്കെ ചെയ്യുന്നു. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ദ ട്രാൻസാക്ഷൻ ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് ദ റിമൈനിങ് ഫംഗ്ഷൻസ് ആർ പെർഫോംഡ് വിത്തൗട്ട് എനി ഫർദർ പ്രോസസ് ഓർ കമൻറ്റ് ബീങ് ക്യാരിഡ് ഔട്ട് മാനുവലി. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് പ്രോസസ്സ് നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്തോളും, കാൽക്കുലേറ്റ് ചെയ്തോളും. അതിനുള്ള പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. ഇനി ക്ലാസിഫിക്കേഷൻ എന്താണ്, മാനുവൽ പ്രോസസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ദ ഒറിജിനൽ എൻട്രി ആൻഡ് ആർ പോസ്റ്റഡ് into the ledger account. It means that after recording the transaction, another process of posting process is carried out by internal sorting of data. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാനുവലി കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തതുകൊണ്ടും അതിന് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേഷനും ക്ലാസിഫിക്കേഷനും ഒക്കെ സ്വന്തം തന്നെ ചെയ്തോളും. ഇനി സമ്മറൈസിങ് എന്ന് പറയുമ്പോൾ ഡേറ്റ അണ്ടർ ഈച്ച് ലെഡ്ജർ ഈസ് സമ്മറൈസ്ഡ്. ഓരോ അക്കൗണ്ടിൻ്റെ കീഴിലും സമ്മറൈസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ എൻ്റെ ദ ബാലൻസ് ഓഫ് ഈച്ച് അക്കൗണ്ടും ഈസ് അസർട്ടൈൻ ടു ദ ട്രയൽ ബാലൻസ് നമ്മൾ ഇടുന്നതായിരിക്കും. ആ ട്രയൽ ബാലൻസിൻ്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും നമ്മൾ ബാലൻസ് ഷീറ്റിലൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ഓർ ഈവൻറ്റ് വൺസ് റെക്കോർഡ് സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ്. അപ്പോൾ വൺസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളതിലും ഡാറ്റാബേസിൽ എന്തായിക്കോളും, സേവ് ആയിക്കോളും. ക്യാൻ ബി പ്രോസസ് ടു പ്രൊഡ്യൂസ് എ ട്രയൽ ബാലൻസ് ഡയറക്റ്റ്ലി. അപ്പോൾ നേരിട്ട് തന്നെ നമുക്ക് ട്രയൽ ബാലൻസ് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എൻട്രീസ് ആർ പാസ് ടു റെക്ടിഫൈ ആൻ എറർ ഓർ ടു ഫോളോ ദ മാച്ചിങ് കോൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ്, ദറ്റ് ഇസ് മാച്ചിങ് ദ കോസ്റ്റ് വിത്ത് റവന്യൂ. അപ്പോൾ കോസ്റ്റും റവന്യൂയും തമ്മിലുള്ളൊരു മാച്ചിങ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് മാച്ചിങ് കോൺസെപ്റ്റ്. അപ്പോൾ ദ പ്രോസസ് ഓഫ് പാസിങ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ക്യാൻ ബി ഈക്വേറ്റഡ് വിത്ത് ദ റെക്കോർഡിംഗ് പ്രോസസ്.
These entries are identified and recorded in the books of accounts and the remaining process same as discussed above. അതായത് എന്താണ് പറയുന്നത്, അപ്പോൾ മാനുവലി നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റെക്ടിഫൈ ചെയ്യേണ്ട എൻട്രി എന്താണ്, അല്ലെങ്കിൽ എറർ എവിടെയാണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മളൊരു മാച്ചിങ് കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും അത് നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സ് നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് ഡിവൈഡ് ചെയ്തതുകൊണ്ട് തന്നെ ഇവിടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ബാക്കിയുള്ള ഐഡൻറ്റിഫൈയും അതുപോലെ തന്നെ റെക്കോർഡും സമ്മറൈസും ക്ലാസിഫൈയും ചെയ്യേണ്ടതൊക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. അപ്പോൾ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നുള്ളത് അറിയാം. ഓരോ ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അണ്ടർ ഓരോന്നിൻ്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, മാനുവൽ സിസ്റ്റത്തിലാണെങ്കിലും ശരി, കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിലും ശരി, ഓരോന്നിനും അതിൻ്റെതായ റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസിഷൻസ് ഉണ്ട്. ആ ഡിസിഷൻ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനമനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പ്. ഇപ്പോൾ ഫിക്സഡ് അസറ്റിൽ നമ്മൾ കൊണ്ടുപോയി കറണ്ട് അസറ്റിൽ എഴുതാറില്ല. അപ്പോൾ ഫിക്സഡ് അസറ്റിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണോ അത് അതിൻ്റെ കീഴിൽ തന്നെയായിരിക്കും വരിക. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, എസെൻഷ്യൽ ടു പ്രിപ്പയർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും നിർബന്ധമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിപ്പോൾ മാനുവലി ആണെങ്കിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക വേണം. അപ്പോൾ ഇൻ ദ കമ്പ്യൂട്ടറൈസ്ഡ് പ്രോസസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ ജനറേറ്റഡ് ഫ്രം ദ സിസ്റ്റം ഇറ്റ്സെൽഫ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ മാനുവൽ അക്കൗണ്ടിങ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ ഒരു ചോദ്യം അസൈൻമെൻറ്റ് TMAക്ക് നിങ്ങൾക്ക് ചോദിച്ച ചോദ്യം തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് എന്താണ്, റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർസ് ആർ ദ സോഫ്റ്റ്വെയർ ദാറ്റ് ആർ ഡെവലപ്ഡ് നോട്ട് ഫോർ എനി സ്പെസിഫിക് യൂസർ. അതായത് സ്പെസിഫിക് ചെയ്തിട്ടുള്ളൊരു യൂസസിന് വേണ്ടിയിട്ടായിരിക്കില്ല ഇവിടെ സോഫ്റ്റ്വെയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. ഓൾറെഡി ആ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ബട്ട് ഫോർ ദ യൂസർ ഇൻ ജനറൽ, സിൻസ് ദ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർസ് ആർ ഫോർ ജനറൽ യൂസറിന് മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. പൊതുവേ നോർമലി നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കണം, അത്രയുള്ളൊരു രീതിയിൽ നമ്മൾ ചെയ്യുന്നു. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഓൾ ദ മൊഡ്യൂൾ ഓഫ് സച്ച് സോഫ്റ്റ്വെയർ ആർ ഓഫ് യൂസ് ഫോർ എവറി യൂസർ. എല്ലാവർക്കും നിർബന്ധമായിട്ട് യൂസ് ചെയ്തോണമെന്നൊന്നും നിർബന്ധം പറയുന്നില്ല. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് എ പെർട്ടിക്കുലർ മൊഡ്യൂൾ സേ പേറോൾ മേ നോട്ട് ബി യൂസ്ഡ് ബിക്കോസ് ദ എൻ്റർപ്രൈസ് ഹാസ് വെരി ഫ്യൂ എംപ്ലോയി. Similarly, a certain enterprise will not require VAT module, while a retail enterprise will not require service tax module. Some of the ready-made software available are Tally, EXBC and Professional Accountant. Out of these, Tally is very widely used. എന്നാണ് പറയുന്നത്. അപ്പോൾ റെഡിമെയ്ഡായിട്ട് ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും ഓരോ രീതിയിലായിരിക്കും. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഒരേ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കില്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അഡ്വാൻറ്റേജസ് എന്താണ്, ഈ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയറിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്ന റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർസ് ആർ എക്കണോമിക്കൽ. റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർസ് ആർ പ്രിപ്പയർ നോട്ട് ഫോർ പർട്ടിക്കുലർ യൂസിനല്ല, ബട്ട് ഫോർ ദ യൂസിന് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. It means developed cost of the software is not loaded on a single software for determining the cost and the selling price. അപ്പോൾ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഇന്നതിന്. പൊതുവേ നോർമലി ഉള്ളൊരു റെക്കോർഡിങ്ങും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി മാത്രം. Ready-made softwares are available off the shelf. If therefore saves time that may require for development of tailor-made softwares or for customization development of software consume considerable time both at the user and the software development end. അതായത് ഇവിടെ എന്താ പറയുന്നത്, റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തിനാണ് സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഡേറ്റാസൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഡേറ്റാസൊക്കെ നമുക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇരിക്കണമെന്നും അതുമാത്രമല്ല കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് ഉണ്ടാവണമെന്നും കൂടി ആയിരിക്കും നമ്മൾ ഈ പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർസൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നത്, അല്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ ആ ടെസ്റ്റും കാര്യങ്ങളും ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ വിൽ എനിവൺ അത് വീണ്ടും ഉപയോഗിക്കാൻ നമ്മൾ താല്പര്യപ്പെടുമോ? ഇല്ല. അതുപോലെ തന്നെ അതിൻ്റെ ടൈം നമ്മൾ നോക്കണം. ഒരുപാട് ടൈമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ അവൈലബിൾ ഓഫ് ദ ഷെൽഫ് എന്നാണ് പറയുന്നത്.
Ready-made softwares are developed by a group of experienced profession. If therefore address the problem that may get overlooked if the user specific software is developed. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, നമ്മൾ ഈ സോഫ്റ്റ്വെയർസ് വന്നിട്ട് ഒരാളല്ല ഡെവലപ്പ് ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഉണ്ടാകും. അവർ ഒന്നിച്ച് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർസ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. Software like any other product require maintenance. Ready-made software being sold to a number of users. ഒരുപാട് പേർക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. ഹാസ് ബെറ്റർ ആൻഡ് എക്കണോമിക്കൽ ആഫ്റ്റർ സെയിൽസ് മെയിൻ്റനൻസ് സർവീസ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഫീഡ്ബാക്കൊക്കെ എടുത്തിട്ടാണ് ഓരോ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആഫ്റ്റർ സെയിൽ മെയിൻ്റനൻസ് സർവീസ് ഇൻ ദി കേസ് ഓഫ് യൂസർ സ്പെസിഫിക് സോഫ്റ്റ്വെയർ വിൽ നോട്ട് ഓൺലി ദ എക്സ്പെൻസീവ് ബട്ട് ടൈം കൺസ്യൂമിങ് ആസ് വെൽ. അപ്പം എക്സ്പെൻസീവ് മാത്രമല്ല ടൈമും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരുപാട് എളുപ്പത്തിൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ ടൈം കൂടുതൽ എടുക്കുകയാണെങ്കിലോ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിൻലി നമ്മൾ നമ്മുടെ ബിസിനസ്സിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാൻ തന്നെ കാരണം എന്താണ്, ടൈം സേവ് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് എറേഴ്സ് നമുക്ക് ഒഴിവാക്കാനും കൂടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതും. അതുപോലെ തന്നെ ടെക്നോളജി വളർന്നു വരുന്നതിനനുസരിച്ച് അതിൻ്റെ അഡ്വാൻറ്റേജ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് അല്ലേ. ഇനി റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർസ് ആർ യൂസ്ഡ് ബൈ ദ നമ്പർ ഓഫ് യൂസർ, ദെയർ ഫോർ ട്രെയിനിങ് അക്കൗണ്ടിങ് പേഴ്സൺ ആർ ഈസിലി അവൈലബിൾ. On the other hand, in the case of tailor-made software, every time a new person is recruited, training will have to be important. ഇപ്പോൾ ഒരു വ്യക്തിക്ക് മാത്രമേ അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഇതിൽ ഒരാൾ ട്രെയിൻ ചെയ്യണം, ഒരാളെ മാർക്കറ്റിംഗ് ബേസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ തന്നെ. അപ്പോൾ അങ്ങനെ മാർക്കറ്റിംഗ് ബേസ് ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ ഈ സോഫ്റ്റ്വെയർസ് എല്ലാവരെയും എന്ത് ചെയ്യണം, ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ട്രെയിനിങ് ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിത്ത് സപ്പോർട്ട് ഓൺലി ലേസർ ജെറ്റ് പ്രിൻ്റർ ഫോർ ഔട്ട്പുട്ട് ഇൻ ഫിസിക്കൽ ഫോം. അപ്പോൾ ഈ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ വന്നിട്ട് എന്താണ് സപ്പോർട്ട് ലേസർ ജെറ്റ് പ്രിൻ്ററിൽ മാത്രമേ ഇത് സപ്പോർട്ട് ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പ്രിൻറ്റിങ് ബൈ ലേസർ പ്രിൻ്റർ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ഡോട്ട് മാട്രിക്സ്. അപ്പോൾ ഡോട്ട് മാട്രിക്സ് ഉള്ള ആൾക്കാർ മാത്രമേ ഇതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് അവിടെ പറയുന്നത്. നോർമലി റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർസ് ഡു നോട്ട് ഹാവ് ദ ഫെസിലിറ്റി ഓഫ് സെക്കൻഡറി ബാക്കപ്പ്. അപ്പോൾ ഇവിടെ സെക്കൻഡറി ബാക്കപ്പ് ഏതിനുണ്ടാവില്ല, ഈ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർസിന് ഉണ്ടാവില്ല. അപ്പോൾ ഇറ്റ് മീൻസ് ഇൻ ദ കേസ് ഓഫ് ഡേറ്റ ലോസ് ദ എൻ്റർ ഡേറ്റ മേ നോട്ട് ബി റിക്കവർഡ്. അപ്പോൾ ഡേറ്റാസ് എന്ത് ചെയ്യില്ല, റിക്കവർ ആവില്ല. ബട്ട് ദിസ് ലിമിറ്റേഷൻ ക്യാൻ ബി ഓവർകം ബൈ ടേക്കിംഗ് റെഗുലർ ബാക്കപ്പ്. അപ്പോൾ റെഗുലർ ബാക്കപ്പ് എടുക്കണം. അപ്പോൾ റെഗുലർ ബാക്കപ്പ് എടുത്തില്ലെങ്കിൽ സെക്കൻഡറി ബാക്കപ്പിന് അവിടെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് പറയുന്നത്. ഇനി കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. ദ ടേം കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ മീൻസ് മേക്കിംഗ് changes in the ready-made software to suit the specific requirements of the user, that is making its user specific. The user available off the shelf is modified to suit the requirement of the user. അതായത് നമ്മൾ എത്രത്തോളം ഡിസൈൻ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കണം അതിൻ്റെ സ്പെസിഫിക്കേഷനും അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഡെവലപ്പർ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ മോഡിഫൈയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ദ യൂസർ ഹാസ് ടു ബിയർ ദ കോസ്റ്റ് ഓഫ് സച്ച് ചേഞ്ചസ്. അപ്പോൾ ആരാണോ ഉപയോഗിക്കുന്നത് അവർ ആ പെർട്ടിക്കുലർ ചേഞ്ചസ് വരുത്തണമെന്നുള്ള എക്സ്പെൻസ് ആര് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, യൂസർ തന്നെ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ ഒരു ആയിട്ടാണ് പറയുന്നത്. Tailor-made software. The term tailor-made software refers to designing and developing user-specific software. അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത് ഓൾറെഡി ഡെവലപ്പ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ സോഫ്റ്റ്വെയർസിൻ്റെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള നോർമലി ജനറലായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ദീസ് സോഫ്റ്റ്വെയർസ് ബീയിങ് യൂസർ സ്പെസിഫിക് ആർ നോട്ട് അവൈലബിൾ. അപ്പോൾ യൂസറിന് സ്പെസിഫൈ ചെയ്തായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ off the shelf but are developed to meet the requirement of the user on the basis of discussion between the user and the developer. പിന്നീട് അത് ഏതിലേക്ക് പോകും, യൂസറും ഡെവലപ്പറും തമ്മിലുള്ളൊരു ഡിസ്കഷനിലേക്ക് പോകേണ്ടത് വരും. അപ്പോൾ പോകേണ്ടതിനനുസരിച്ച് നമ്മളെ എക്സ്പെൻസ് അവിടെ എന്താകും, കൂടുകയാണ് ചെയ്യുക. അതല്ലാതെ നോർമലി എക്സ്പെൻസ് കുറവായിരിക്കും. കാരണം അവർ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർസിന് അതെങ്ങനെയെങ്കിലും മാക്സിമം യൂസേഴ്സിന് എത്തിപ്പെടട്ടെ എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടായിരിക്കും അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അത് യൂസ് ചെയ്തതിന് ശേഷമായിരിക്കും അതിൻ്റെ ചേഞ്ചസും വ്യത്യാസങ്ങളൊക്കെ വരണമെന്ന്
ആരാഗ്രഹിക്കുന്നത്, യൂസേഴ്സ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള എക്സ്പെൻസ് ആര് ചിലവാക്കേണ്ടി വരും? യൂസേഴ്സ് ചിലവാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. ഓക്കെ. ഇനി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.